റസൂലുള്ള പറഞ്ഞു ഖിയാമത്ത് അലാമത്ത് ധാരാളം അടയാളങ്ങളുണ്ട് ഖിയാമത്ത് നാളിൽ ധാരാളം അടയാളങ്ങളുണ്ട് അത് ഏതൊക്കെയാണ് നബികൾ പറയുന്നത് ഹാദിൽ ലൈമ ഈ ലോകത്തുള്ള ഖിയാമത്ത് നാളിലെ അടയാളങ്ങൾ വമിൻ ആദിൽ അലാമാതി നബികൾ പറയുന്നു അഖ്ബറനാ ബിഹാ സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു വമിൻ ആദിൽ അലാമാതി അടയാളങ്ങൾ ഏതൊക്കെയാണ് അടയാളങ്ങൾ വറഫഉൽ ഇൽമി ദീനിയായി പഠിക്കാൻ താൽപര്യമില്ലാത്ത കാലം വരും അത് ഉയർന്നു പോകുന്നു അതേ ധാരാളം വ്യഭിചാരികൾ അധികരിക്കും ഇവിടെ നോക്കിയാൽ അവർത്തില്ലാത്ത വ്യഭിചാരികൾ ബീച്ചിൽ വരുന്നത് പോലെ എല്ലാ സ്ഥലങ്ങളിലും വ്യഭിചാരം അധികരിക്കുന്ന കാലം നിബിധങ്ങൾ നിബിധങ്ങൾ പറയുകയാണ് എവിടെ നോക്കിയാൽ വ്യഭിചാരമാണ് കള്ളുകുടി മാത്രമല്ല പുരുഷന്മാർ പുരുഷന്മാർ അവസാനമാകുമ്പോ കുറയുന്ന കാലം വരും പുരുഷന്മാരെ കല്യാണം കഴിക്കാൻ നോക്കുമ്പോ പുരുഷന്മാരെ കിട്ടാത്ത കാലം ആ കാലം കടന്നു വരപ്പെടുമെന്ന് നിബിധങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നതല്ല കേട്ടോ പുരുഷന്മാർ കുറയും പെണ്ണുങ്ങൾ ധാരാളമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലം പണ്ടൊക്കെ പെണ്ണുങ്ങളെ കിട്ടാൻ പെൺകുട്ടികളെ കിട്ടാനില്ല എന്ന് പറയും കിട്ടുന്നതില്ല ആൺകുട്ടികളെയാണെന്ന് പറയുന്നവരുണ്ടെങ്കിലും റസൂലുള്ള പറയുന്നതാണ് ന്യായം റസൂലുള്ള പറയുന്നു ആണുങ്ങൾ കുറയും ആണുങ്ങൾ നല്ല ആണുങ്ങളെ കിട്ടൂല മോശപ്പെട്ട ആണുങ്ങൾ കടന്നു വരുമ്പോൾ പെണ്ണുങ്ങളെ ഗേൾസിനെ കൂടി വരും ഇത് പറഞ്ഞാൽ കേൾക്കാത്ത പെണ്ണുങ്ങളെ അങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് പറയുന്ന പെണ്ണുങ്ങളെ അലയ്ക്കാതിരിക്കാൻ പറഞ്ഞാൽ അലയ്ക്കുന്ന പെണ്ണുങ്ങളെ ഇത് ധാരാളം കടന്നു വരുന്ന കാലം പറയുന്നു പുറപ്പെടുന്ന കാലം പുറപ്പെടുന്ന കാലം മാത്രമല്ല റസൂലുള്ള പറയുന്നു എല്ലാവരും പറയുന്നുണ്ട് ഈസാ നബി വഫാത്തായി പോയി ക്രിസ്ത്യാനികൾ പറയുന്നു ഈസാ നബി മരണപ്പെട്ടു പോയില്ല ഇല്ല ഈസാ നബി അതാ ദമസ്കസിലുള്ള വെള്ളമനാരത്തിന്റെ പുറത്ത് ഈസാ നബി ഇറങ്ങി വരുമെന്നാണ് അവസാനം ആകാശത്ത് ഇറങ്ങി ആ പള്ളിയുടെ മുനാരത്തിന്റെ പുറത്ത് ഇറങ്ങി വരുമെന്നാണ് ഇറങ്ങി വരും അത് കാണുന്നതൊക്കെ പിടിച്ചിരുന്നു മനുഷ്യനെയൊക്കെ നടുവിട്ട് വായിൽ വെക്കും അങ്ങനെ കാലം വരും എന്ന് പറയുന്ന രണ്ട് ആൾക്കാരെയും കടലിനെയും എല്ലാം കുടിച്ച് വറ്റിക്കുന്ന രണ്ട് വസ്തുക്കളാണ് കടൽ ജലം മുഴുവൻ വറ്റിക്കപ്പെടുന്നറിയില്ല ഇന്നലെ പോയി കണ്ട ബീച്ചിൽ പോയി കണ്ട കടലല്ല ഇന്നലെ പള്ളിയിലെടുത്ത് പോയി കണ്ട കടലല്ല ഇന്ന് കാണപ്പെടുന്ന കടല് നോക്കുമ്പോ അവിടെ മൊത്തം ഇറങ്ങി നടന്നു പോവാം ആ അവസ്ഥ വരും അതെല്ലാം കുറിച്ച് വറ്റിക്കപ്പെടുന്ന കാലം വരും കള്ളം പറയുന്നല്ല നിങ്ങൾ പറയുന്നു അങ്ങനെ കാലങ്ങൾ മാത്രമല്ല തൗബയുടെ വാതിൽ മുഴുവൻ അടയ്ക്കപ്പെടുന്ന കാലം വരും തൗബയുടെ വാതിൽ തൗബയുടെ വാതിൽ അടയ്ക്കപ്പെടുക മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ് അങ്ങനെ കാലം കള്ളുകൂടി വന്നേ കേരളത്തിൽ ഈ കൊല്ലം പുതുവത്സരത്തിൽ ഇത്ര കള്ളുകൂടിമാരാ വർദ്ധിച്ചത് കണക്കുണ്ടോ വ്യഭിചാരം നോക്കിയാൽ ആറ്റുകളിൽ വ്യഭിചാരത്തിലാണ് ആണും പെണ്ണും ഒരുമിച്ചുകൂടി അവിടെ വ്യഭിചാരത്തിന്റെ എല്ലാ സംഗതികളും നടന്നു പോകുന്നു കാരണം സ്വന്തം മകളെ സ്വന്തം കൊച്ചുങ്ങള് പോലും അല്ലേ ഇടുക്കിയിൽ സംഭവത്തില്ലേ ഒരു കൊച്ചു പെണ്ണതാ സ്വന്തം ഒരു കൊച്ചിനെ പ്രസവിച്ചു ആ പെണ്ണെ കല്യാണം കഴിച്ചയച്ചിട്ടില്ല വിവാഹത്തിന് പന്തലൊരുക്കിയിട്ടില്ല ഇതൊന്നും ചെയ്തിട്ടില്ല എങ്കിലും ചെയ്യുന്നു സ്വന്തം കൂട്ടുകാരൻ തന്നെ സ്വന്തം കൂട്ടുകാരെ ചെയ്യുന്ന കാലം
സ്വന്തം മകനെ വിവാഹം ചെയ്യാതെ വിലാസം ലഭിക്കുന്ന കാലം, സ്വന്തം സഹോദരിയെ പോലും രക്തത്തെ പോലും തിരിച്ചറിയാത്ത കാലം, രക്തത്തെ പോലും സ്വയം രക്തത്തെ പോലും തിരിച്ചറിയില്ല. പിന്നെ എവിടെയാ കൂട്ടുകാരൻ, പിന്നെ എവിടെയാ കൂട്ടുകാരി? ഇവിടെ വരെ എത്തിയിരിക്കുന്നു. അപ്പോൾ എവിടെ വിചാരം എത്തിയിരിക്കുന്നു പറഞ്ഞില്ലേ? പറഞ്ഞത് സത്യമല്ലേ? വാപ്പയെ വിശ്വസിക്കാൻ പറ്റൂല, സഹോദരനെ വിശ്വസിക്കാൻ പറ്റൂല, പലരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലം. അതാണ് അങ്ങനത്തെ കാലനിവിധ